പ്രത്യേകമാകുന്ന ഈ മീറ്റിംഗിൽ കൂടുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഹല്ലേലൂയ. ഈ പ്രത്യേകമാകുന്ന ഈ കൂട്ടായ്മയെ ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് മാതിയുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, ഹല്ലേലൂയ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി സന്ധ്യ സിസ്റ്റർ, ഈ മീറ്റിംഗിൽ ഈ സമയം ഹല്ലേലൂയ സ്തോത്രം രാജ്യത്തിലെ വിവിധ രാജ്യങ്ങളിലായിരുന്ന ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വിശ്വാസികൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും ആമേൻ പുനരാഗമിക്കുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള ആമേൻ വന്ദനത്തെ, സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കാലം അതിന്റെ കടശയിലേക്കും യുഗങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്കും ദിനങ്ങൾ അതിന്റെ അവസാന സമയങ്ങളിലേക്കും അതിശീഘ്രം നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ രാവിലെ സമയം ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ അരുമനാഥന്റെ പാദപിട നിൽക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷാൽ ആമേൻ ക്രിസ്തുവിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരം ഒരു പദവിയായി കണക്കാക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവിന്റെ ദാസി ഹല്ലേലൂയ സന്ധ്യ സിസ്റ്റർക്കായി സ്തോത്രം. കോർഡിനേറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ അഭിഷേകത്തെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്നു. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ മുഖാന്തരമായത് ബഹുമാനപ്പെട്ട ദൈവദാസിയാണ്. ആമേൻ. കർത്താവിന്റെ ദാസിയോട് വിശേഷാൽ ഹല്ലേലൂയ ഈ പകൽക്കാലം ആമേൻ ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസി പ്രസ്താവിച്ചതുപോലെ എൻ്റെ പേര് ഹല്ലേലൂയ സന്തോഷ് ചങ്ങനാശ്ശേരി അഥവാ സന്തോഷ് പി കെ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താമസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വിശേഷാൽ ഹല്ലേലൂയ കർത്താവ് ബഹുമാനപ്പെട്ട എൻ്റെ ആമേൻ വിലപ്പെട്ട ദൈവദാസിയും ഹല്ലേലൂയ സ്തോത്രം. ദാനമായി എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകുവാനിടയായി. ഹല്ലേലൂയ. മൂത്ത മകന് രണ്ടാൺമക്കളും മൂത്തത്, ഇളയത് പെൺമകളെ, അങ്ങനെ മൂത്ത 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം 4 വർഷം കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ആമേൻ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഒരു ഹല്ലേലൂയ ദൈവസഭയോട് ചേർന്ന് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ തന്നെ ദൈവം അയക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നുപോയി കർത്താവിനെ ഉയർത്തുവാൻ ആമേൻ വചനം പ്രസംഗിക്കുവാൻ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ അത് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രകാരം ഈ പ്ലാറ്റ്ഫോമിലും എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ എന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കൊണ്ടുവന്ന അരുമനാഥനാകുന്ന കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ ഞാൻ ആത്മാർത്ഥമായി ഹല്ലേലൂയ രാവിലെ സമയം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അനുഭവ സാക്ഷ്യത്തോട് ബന്ധത്തിൽ ഞാൻ പലപ്പോഴും വായിക്കുന്നൊരു വാക്യം ഇതാണ്. 113 സങ്കീർത്തനം അതിൻ്റെ 7ഉം 8ഉം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്: അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹമേറിയ ഈ നല്ല സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമേ, കർത്താവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ ഈ സമയം വരെയും നടത്തിയ ദൈവത്തെ ഹല്ലേലൂയ ഉയർത്താൻ ദൈവം തന്ന സമയങ്ങൾ ഹല്ലേലൂയ ഞാൻ ആ വചനത്തിലൂടെ തന്നെ ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യത്തെ പറഞ്ഞ് മുൻപോട്ട് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമേ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് പടിഞ്ഞാറ് വശം എടത്തുവ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഹല്ലേലൂയ. എടത്തുവ എന്ന പ്രദേശത്ത് തലവടി എന്ന സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ ഒരു മർത്തോമ കുടുംബത്തിൽ ഒരു പിതാവിനും മാതാവിനും 6 മക്കളാണ്. മൂത്തത് പെൺമകളാണ്, ഇളയത് പെൺമകളാണ്, നടുക്ക് 4 ആൺമക്കൾ. അങ്ങനെ അവർ 6 മക്കൾ കൂടുന്ന ഒരു കുടുംബമാണ് ഒരു മർത്തോമ കുടുംബത്തിൽ. ഹല്ലേലൂയ. മൂത്ത മകളെ വിവാഹം ചെയ്തയച്ചു. സഹോദരങ്ങള് ആമേൻ പലരും വിവാഹം ചെയ്തു. ഇളയ മകളെ
ആമേൻ. ആ വീട്ടിലെ ഇളയ മകളെ കുട്ടനാടിന്റെ ഉൾപ്രദേശത്തേക്ക് അന്നത്തെ കാലത്ത് വിവാഹം ചെയ്ത് അയക്കുവാനിടയായി. ആ കാലഘട്ടം 1977, 76, 77 കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇളയ മകളെ കുട്ടനാടിന്റെ ഉള്ളിലേക്ക് വിവാഹം ചെയ്ത് അയക്കപ്പെട്ട മകൾക്ക് 4 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും. ഈ മക്കൾക്ക് ഈ പ്രായമായപ്പോൾ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പ്രായമായപ്പോൾ ഭർത്തൃ വീട്ടിൽ നിന്ന് ഭർത്താവില്ലാതെ വണ്ണം ഈ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും ഗൂഢമായിട്ട് ഉപേക്ഷിക്കപ്പെടുവാനിടയായി. ദൈവത്തിന്റെ ജനമേ, ഗൂഢമായിട്ട് ഉപേക്ഷിക്കപ്പെടുവാനിടയായി എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ വണ്ണം ഈ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും വീട്ടുകാർ തള്ളി. അവസാനം കൈക്കുഞ്ഞിനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകുടുംബത്തിലേക്ക്, തലവടിയിലെ തൻ്റെ കൂട്ടുകുടുംബത്തിലേക്ക് താൻ കുഞ്ഞുങ്ങളുമായി മടങ്ങി വരുവാനിടയായി. ആ കാലഘട്ടമാണ് തൻ്റെ ഭവനത്തിൽ വരുമ്പോൾ തൻ്റെ മാതാവും പിതാവും സഹോദരങ്ങൾ വിവാഹം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാര്യമാരായിരിക്കുന്ന ആ ഒരു വലിയ കൂട്ടുകുടുംബത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഇളയ മകളും 2 കുഞ്ഞുങ്ങളും കടന്നു വന്നു. കാര്യകാരണത്തിലേക്കൊന്നും പോകാതെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഇളയ സഹോദരിയെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാനിടയായി. സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, തന്നെ കൈക്കൊണ്ട സ്വന്തം വീട്ടിൽ താന് വീട്ടിലെ ജോലി ചെയ്തുകൊണ്ട്, ശ്രദ്ധിക്കണേ, താൻ ആ വീടിനകത്ത് ജോലി ചെയ്ത തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി താൻ അവൾ കൊണ്ട് ഒതുങ്ങി തീരുവാനിടയായി. താൻ വിധവയല്ല, പക്ഷെ വിധവയെ പോലെ താൻ ആക്കപ്പെടുവാനിടയായി. മറ്റൊരു കാര്യവും ചിന്തിക്കാനില്ല. കാരണം തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുക, ആ വീടിനകത്ത് ജോലി ചെയ്യുക. അങ്ങനെ തന്റെ കുഞ്ഞുങ്ങളെ നോക്കി ആ വീടിനകത്ത് ജോലി ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ തന്റെ സഹോദരന്മാര് നേരെ മൂത്തയാളെന്ന് പറഞ്ഞാൽ 6 മക്കളിൽ അഞ്ചാമത്തെ മകനാകുന്ന തന്റെ നേരെ മൂത്ത സഹോദരൻ അന്നത്തെ കാലത്ത് ഈ ഇളയ സഹോദരിക്ക് ഒരു ചെറിയ സ്വർണ്ണമാല മേടിച്ചു കൊടുത്തെങ്കിലും ആ മാല ഇട്ടുകൊണ്ട് പൊതുപരിപാടികൾക്കൊന്നും പോകാൻ കഴിയാത്തൊരു കാലഘട്ടം. എന്നാൽ ഒന്ന്, താൻ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുകയാണ്. 2, ഭർത്താവില്ല. 3, ആ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പൊതുവിലേക്കൊന്നും വലിയ കാര്യങ്ങൾക്കൊന്നും പോകാതെ താൻ ആ വീട് കൊണ്ട് ഒതുങ്ങിക്കൂടുവാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ ഇല്ലായ്മ നമുക്കറിയാം. ആ കാലഘട്ടം തനിക്ക് മേടിച്ച ആഭരണം തന്റെ സഹോദരന്മാരുടെ ഭാര്യമാര് കടം മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവ് എന്ന് പറഞ്ഞാൽ, ഒരു കല്യാണമോ ഒരു വിരുന്നോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അതിനോട് ബന്ധപ്പെട്ട് വന്നാൽ ഈ സഹോദരിമാരായ നാത്തൂന്മാര് ഈ സ്വർണ്ണമാല കടം മേടിച്ചു കൊണ്ടുപോകും. പഴയ കാലത്തറിയാം, മാല കടം കൊടുക്കുന്നത് പിടിയളവില്ല. അമ്മമാരിങ്ങനെ പിടി നോക്കും, പിടിയളവിൽ കൊണ്ടുവരുമ്പോൾ ഇത്ര പിടിയുണ്ടോ, തൂക്കത്തെ അറിയത്തില്ല. അങ്ങനെ ഒരു നാത്തൂൻ കൊണ്ടുപോകും. ആ നാത്തൂൻ ഒരു ചടങ്ങ് കഴിയുമ്പോൾ തിരികെ കൊണ്ട് ഉടമസ്ഥയുടെ കരങ്ങളിൽ കൊടുക്കും. മറ്റൊരു ചടങ്ങ് വരുമ്പോൾ മറ്റൊരു നാത്തൂൻ കൊണ്ടുപോകും. ഇങ്ങനെ നാത്തൂന്മാര് പലരും ഇത് മേടിച്ചു കൊണ്ടുപോയി അവസാനം ദൈവജനമേ, ഒരാള് കൊണ്ടുപോയ ഈ മാല അതിൽ നിന്ന് കുറച്ച് മുറിച്ചു മാറ്റിയിട്ട് അന്നത്തെ കാലത്ത് അത് തട്ടാൻക്കൽ കൊണ്ട് വിളക്കിച്ച് ചേർത്ത, എന്നിട്ട് ഇവര് താമസിക്കുന്ന ആ പ്രദേശത്ത് ഹിന്ദുക്കളുടെ വിളക്ക് കത്തിക്കുന്ന ഒരു കൽത്തറയിൽ കൊണ്ട് ഈ മുറിച്ചു മാറ്റി വിളക്കിച്ച് ചേർത്ത് സ്വർണ്ണമാല വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നാണ് പറയുന്നത്, ഇത് ഉടമസ്ഥ അറിയുന്ന നിമിഷം അവളും കുഞ്ഞുങ്ങളും ഈ വീട് വിട്ട് പുറത്തു പോകണം. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കണേ. ഇത് ഉടമസ്ഥ അറിയുന്ന നിമിഷം അവളും കുഞ്ഞുങ്ങളും ഈ വീട് വിട്ട് പുറത്തു പോകണമെന്നുള്ള ശുദ്രപ്രയോഗത്തോടുകൂടി ആ കൊണ്ടുപോയ നാത്തൂൻ ആ മാല തിരികെ കൊണ്ടുവന്ന് ഉടമസ്ഥയുടെ കരങ്ങളിൽ കൊടുത്തു. മാലയിൽ എന്തോ വ്യത്യാസം കണ്ടു എന്ന് പറഞ്ഞാൽ, ആ മാലയിൽ എന്തോ വ്യത്യാസം അറിഞ്ഞ മാല കൊണ്ടുപോയ നാത്തൂനോട് ഉടമസ്ഥയാകുന്ന ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ആ വീട്ടിലെ ഇളയ മകള് സഹോദരി കാര്യം വിളിച്ചു ചോദിച്ചു. ആ കാര്യം ഒരു വലിയ വഴക്കായിട്ട് മാറി. ആ വീടിന്റെ ക്കാര്
ഈ വീട്ടിലേക്ക് ഓടി കൂടത്തക്ക രീതിയിൽ വീടിനകത്ത് വലിയ ബഹളം മാലയെ ചൊല്ലി തുടങ്ങിയതാ. ആൾക്കാര് ബഹളം കേട്ട് ഓടി വരുമ്പോൾ ദൈവത്തിന്റെ ജനമേ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് വീട്ടിൽ നിൽക്കുന്ന ഇളയ മകള് ആൾക്കാർ വരുമ്പോൾ കാണുന്നത് മുടിക്കുത്തെല്ലാം അഴിച്ചിട്ട് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് താൻ ആ വീട്ടിനകത്തോട് ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. മാലയെ ചൊല്ലി തുടങ്ങി. മാലയുടെ വിഷയമാണ് തുടങ്ങിയതെങ്കിലും അത് പിന്നീട് തന്നെ ഒരു ഭ്രാന്തിയെ പോലെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തൻ്റെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം വരികയും തനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ത്രാണിയില്ലാതെ വണ്ണം, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ത്രാണിയില്ലാതെ വണ്ണം താന് ഒരു ഭ്രാന്തിയെ പോലെ പിച്ചും പേയും വിളിച്ചു പറഞ്ഞുകൊണ്ട് മുടിക്കുത്തെല്ലാം അഴിച്ചിട്ടുകൊണ്ട് ആ വീട്ടിനകത്തൂടെ താന് ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. ആര് പറഞ്ഞിട്ടും തനിക്കൊന്നും കേൾക്കാനോ നിർത്താനോ കഴിയുന്നില്ല. ആൾക്കാർ ചുറ്റും കൂടുവാൻ തുടങ്ങി. അവസാനം ദൈവത്തിന്റെ ജനമേ, കളിച്ചുകൊണ്ടിരിക്കുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ തെരുവിലേക്ക്, വീട് വിട്ട് തെരുവിലേക്ക് ഓടുവാൻ തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടെന്നാ. തനിക്ക് ആ ഉണ്ടായ പ്രത്യേകമാകുന്ന അസ്വസ്ഥതയിൽ തനിക്ക് വീട്ടിനകത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം താൻ പെട്ടെന്ന് വീട് വിട്ട് ഓടാൻ തുടങ്ങി. കളിച്ചുകൊണ്ടെങ്കിൽ തന്നെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഓടുവാൻ തുടങ്ങി. അവൻ അവിടെ കൂടപ്പെട്ട പ്രായമുള്ള മാതാക്കള് പലരും തടഞ്ഞെങ്കിലും ദൈവജനമേ, ആരുടെ വാക്ക് കേൾക്കാനും ത്രാണിയില്ലാതെ വണ്ണം ഈ സഹോദരി താൻ ഒരു മാനസിക അസ്വസ്ഥതയാല് താൻ കുഞ്ഞുങ്ങളുമായി വീട് വിട്ട്, വീടിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ താൻ വീട് വിട്ട് ഓടുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് 4 സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ ജോലിക്ക് പോയെടുത്ത് അറിയുവാനിടയായി സഹോദരിയും കുഞ്ഞുങ്ങളും വീട് വിട്ടിറങ്ങിപ്പോയെന്നു ഒരു വാർത്ത അവർക്ക് അറിയുവാനിടയായി. ദൈവമേ, സഹോദരങ്ങൾ തിരികെ വന്ന് വാഹനം തയ്യാറാക്കി സന്ധ്യയോടകം അവര് നീ ഇറങ്ങിപ്പോയ സഹോദരിയും കുഞ്ഞുങ്ങളും തിരക്കി അവര് യാത്രയായി. ആരോ പറഞ്ഞു ഇങ്ങനെ കിഴക്കോട്ട് മെയിൻ റോഡിലൂടെ കിഴക്കോട്ട് പോകുന്നു പറഞ്ഞ് അവരെ വാഹനം തയ്യാറാക്കി. ആ വാഹനവുമായി സന്ധ്യയോടകം അവര് തിരുവല്ല പട്ടണത്തിലേക്ക് വരുമ്പോൾ അവര് കാണുന്ന കാഴ്ച, തിരുവല്ല പട്ടണത്തിലെ കടത്തിണ്ണകളിലൂടെ 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ച് 1.5 വയസ്സുകാരനെ എടുത്തുകൊണ്ട് അവരുടെ സഹോദരി ആ തെരുവിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ്. രാത്രി ഏതാണ്ട് 7:30 കഴിയുന്ന ആ സമയം കാണുന്ന കാഴ്ച അവിടെയാണ്. ദൈവത്തിന്റെ ജനമേ, സഹോദരന്മാര് വാഹനം തയ്യാറാക്കി കൊണ്ടുപോയി സഹോദരിയെ തിരുവല്ലയുടെ തിരുവോരങ്ങളിൽ കണ്ട് വാഹനം കൊണ്ട് ചവിട്ടി നിർത്തി പേര് വിളിച്ചുകൊണ്ട് ചാടി ഇറങ്ങി അവരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടി, വണ്ടിയിൽ കയറ്റാൻ വേണ്ടി അവരുടെ പേര് വിളിച്ചുകൊണ്ട് ചാടി ഇറങ്ങി. ഇവരുടെ ശബ്ദം, സഹോദരന്മാരുടെ ശബ്ദം കേൾക്കുകയും അവരെ കാണുകയും ചെയ്തപ്പോൾ ഈ സഹോദരി മുഴുഭ്രാന്തിയായി, ഒരു വയലന്റായി, അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലപ്പുറമായി അവരെ സ്വന്തം സഹോദരങ്ങളെ കാണും തോറും ഇവരെ അലറി വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ആ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇരുട്ടിലേക്ക് ഓടുവാനിടയായി. അതുപോലെ ശാരീരിക അസ്വസ്ഥതയാൽ അവര് ഭാരപ്പെടുവാനിടയായി. എന്തിനേറെ ദൈവജനമേ, സഹോദരങ്ങൾ കൊണ്ടുപോയ വാഹനത്തിൽ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും തിരികെ കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം അവരിൽ നിന്ന് അവർ അകലുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഒരു മുഴുഭ്രാന്തിയെ പോലെ പിച്ചും പേയും വിളിച്ചു പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് സഹോദരന്മാരിലേക്ക് അടുക്കാതെ വണ്ണം അവരെ കാണുന്നു. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവര് ഒരു മുഴുഭ്രാന്തിയെ പോലെ അലറി വിളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുമായി തെരുവിനകത്തെ ഇരുട്ടിലേക്ക് ഓടി മറയുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, സഹോദരന്മാർക്ക് സഹോദരിയും കുഞ്ഞുങ്ങളെയും തിരികെ കൊണ്ടുപോരുവാൻ കഴിയാതെ അവർ തിരികെ വാഹനവുമായി നാട്ടിലേക്ക് മടങ്ങിപ്പോയെന്നാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. അന്നു മുതൽ 1.5 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച് 4 വയസ്സുകാരനെ കൂടെ കിടത്തി തിരുവല്ല കടത്തിണ്ണകളിൽ ഒരു ഭ്രാന്ത് 2 കുഞ്ഞ് ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും കിടക്കുന്ന കടയുടെ ഉടമസ്ഥൻ വരുമ്പോൾ
ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങളുമായി ചാടി എഴുന്നേൽക്കും. പിന്നെ കടയടയ്ക്കണം, സന്ധിക്ക് പിന്നെ കടയടയ്ക്കണം, പിന്നെ വന്ന് കിടക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായി പകലന്തിയോളം ദൈവജനമേ തെരുവിന്റെ ഓരത്തൂടെ കുഞ്ഞുങ്ങളുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കും. തിരുവല്ല പട്ടണത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പിന്നെ കടയടയ്ക്കണം, പിന്നെ സന്ധിക്ക് വന്ന് കിടക്കണമെങ്കിൽ ആ ഒരു പ്രവണതയിലേക്ക് അവരായി തീരുവാനിടയായി. കുഞ്ഞുങ്ങളുടെ വസ്ത്രം, അവരുടെ ആ ശരീരം, ആരോഗ്യം എല്ലാം ക്ഷയിക്കുകയും ക്ഷീണിക്കുകയും ഒരു പ്രത്യേക അവസ്ഥയിലേക്കായി അവരപ്രകാരം ആ തെരുവുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേരുവാനിടയായി. ദൈവത്തിന്റെ ജനമേ, തിരുവല്ലക്കാർക്ക് ഇത് നിത്യം കാഴ്ചയാ. പോലീസുകാർക്ക്, യാത്രക്കാർക്ക്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അതിലെ കൂടെ പോകുന്ന ആമേൻ മറ്റുള്ളവർക്ക് എന്ന് വേണ്ട, തിരുവല്ല പട്ടണംകാർക്ക് അറിയാം. കാരണം ഈ ഭ്രാന്തിയാകുന്ന അമ്മയും ഈ സ്ത്രീയും കുഞ്ഞുങ്ങളും ഇരിക്കുന്ന ഇടത്ത് ആൾക്കാർ കൂടും. തെരുവിൽ ആൾക്കാർ കൂടുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഈ മാതാവിന് ഭ്രാന്തിന്റെ ആധിക്യം കൂടുമ്പോൾ, ഇവരെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ഭ്രാന്തിന്റെ ആധിക്യം കൂടുമ്പോൾ ഇവര് കുഞ്ഞുങ്ങളെ മാരകമായിട്ട് ഉപദ്രവിക്കും. കുഞ്ഞുങ്ങളെ മാരകമായിട്ട് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടു നിൽക്കുന്നതിലപ്പുറം മാതൃത്വം മറന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. 4 വയസ്സുകാരനെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൈ കിട്ടുന്നത് കൊണ്ട് ഉപദ്രവിക്കുകയും കൈ കൊണ്ട് ഉപദ്രവിക്കുകയും എന്ന് വേണ്ട. ദൈവത്തിന്റെ ജനമേ, തെരുവോരങ്ങളിൽ ആൾക്കാർ നോക്കി നിൽക്കത്തക്ക രീതിയിൽ റോഡിന്റെ ഓരത്തോ കടയുടെ ചിന്നയിലോ ഇട്ട ഭ്രാന്തിന്റെ ആധിക്യം കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന ഈ ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും തിരുവല്ല പട്ടണക്കാർക്കും അതുവഴി വരുന്ന യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും പോലീസുകാർ എല്ലാവരും നിത്യം കാഴ്ചയായി മാറി. ആർക്കും അടുക്കാൻ കഴിയത്തില്ല. അതുപോലെ ഭ്രാന്തിന്റെ ആധിക്യമാണ്. എല്ലാവരും ദൂരവേ നിന്ന് നോക്കി നിൽക്കും. പലപ്പോഴും രക്തബന്ധങ്ങൾ പോലും തിരുവല്ല പട്ടണത്തിനകത്ത് വന്നാൽ ദൈവത്തിന്റെ ജനമേ, ഇവരെ കണ്ടത് ഭാവിക്കാതെ വണ്ണം മടങ്ങിപ്പോകുന്ന അവസ്ഥ. പലപ്പോഴും 4 വയസ്സുകാരൻ അമ്മയുടെ അടി കൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി മാറുമ്പോൾ അമ്മയുടെ മടിയിലിരിക്കുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിനെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു മാതാവ് ഭ്രാന്തിന്റെ ആധിക്യത്താൽ അമ്മയുടെ അടിയേറ്റ് കരയുവാനേ കുഞ്ഞുങ്ങൾക്ക് കഴിയത്തുള്ളൂ. വലുവാവിൽ കരയുന്ന കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വരുവാൻ പോലും ആർക്കും കഴിയാത്ത അതുപോലത്തെ വയലന്റായാണ് ഈ സഹോദരി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരുവോരകളിൽ നിന്ന് അനേകരും നോക്കും. ഭ്രാന്തിന്റെ ആധിക്യം അല്പം കുറയുമ്പോൾ അമ്മയെ അടിച്ച് കരയുന്ന കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ്, അമ്മയെ അടിച്ച് കരയുന്ന കുഞ്ഞിനെ അമ്മ എടുത്തു വെച്ച് ഭ്രാന്തിന്റെ ഇത് കുറയുമ്പോൾ അമ്മ ഇരുന്ന് കുഞ്ഞുമായിട്ടിരുന്ന് കരയും. അമ്മ ഇളയവനെ എടുത്ത് മടിയിൽ വെച്ച് കരയുമ്പോൾ ദൈവത്തിന്റെ ജനമേ, അമ്മയുടെ അടിയേറ്റ ദൂരവേ മാറി എന്ന് കരയുന്ന വെറുങ്ങലിച്ച് നിൽക്കുന്ന 4 വയസ്സുള്ള മകൻ ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറും. ദൈവത്തിന്റെ ജനമേ, 2 കുഞ്ഞുങ്ങളുമായി തിരുവല്ലയുടെ പട്ടണത്തിനകത്ത് തെരുവോരങ്ങളിൽ ഇരുന്ന ഒരു ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും വെല്ലുവാവിൽ കരയുന്ന കാഴ്ച അനേകരുടെ കണ്ണിനെ ഈറനണിയിക്കുവാനും അനേകർ നോക്കി നിൽക്കത്തക്ക രീതിയിൽ തിരുവല്ലക്കാർക്ക് ഒരു നിത്യം കാഴ്ചയായി ഈ സ്ത്രീയും 2 കുഞ്ഞുങ്ങളും മാറ്റപ്പെടുവാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവല്ലയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമാണ് ചങ്ങനാശ്ശേരി പ്രദേശത്ത്. MC റോഡിലൂടെ ഇവർ യാത്ര ചെയ്ത് ജീർണിച്ച വസ്ത്രവും ക്ഷീണിപ്പിടിച്ച കുഞ്ഞുങ്ങളുമായി ഇവർ യാത്ര ചെയ്ത് തിരുവല്ലയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് വരുവാനിടയായി. 1979 കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ വരുമ്പോൾ ആ വർഷം ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മൻസ് കോളേജ് എന്ന് പറയുന്ന കോളേജുണ്ട്. SP കോളേജ് എന്നറിയപ്പെടുന്നത്. ആ കോളേജിൽ എക്സിബിഷൻ നടക്കുന്ന സമയമാണ്. എക്സിബിഷൻ കാണുവാൻ വേണ്ടി ആൾക്കാർ കോളേജിലേക്ക് കയറിപ്പോകുന്ന സമയം. ഈ സമയത്ത് ധർമ്മം വേണ്ടുവാൻ, ഭിക്ഷയാചിക്കുവാൻ ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും ആ കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം പലപ്പോഴും ഈ സ്ത്രീക്ക് ഭ്രാന്തിന്റെ ആധിക്യം കൂടുമ്പോൾ ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ആ എക്സിബിഷൻ നടക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലും വിരിപ്പുറപ്പിച്ച ഈ മാതാവ് 2 കുഞ്ഞുങ്ങൾ പെട്ടെന്ന്
ഭ്രാന്തിന്റെ ആധിക്യത്താൽ അമ്മ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട് എക്സിബിഷൻ കാണുവാൻ പോയ ആൾക്കാര് ഈ ഭ്രാന്തിക്കും കുഞ്ഞുങ്ങൾക്കും ചുറ്റും കൂടുവാനിടയായി. ഒരു ദാക്ഷിണ്യമില്ലാതെ കൈയും കൊണ്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, കുഞ്ഞുങ്ങളെ തല്ലുന്നു, കുഞ്ഞുങ്ങൾ വല്ലുവാവിൽ കരയുന്നു. 4 വയസ്സുള്ള കുഞ്ഞ് വിളിച്ചുകൊണ്ട് അമ്മയുടെ അടിയേറ്റുകൊണ്ട് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ നടുവിലേക്ക് ഓടിക്കയറുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ മാതാവ് മാതൃത്വം മറന്ന് ഉപദ്രവിക്കുന്നത് കണ്ട് അനേകർ നോക്കി നിന്ന. ദൈവജനമേ, എപ്രകാരം എക്സിബിഷൻ കാണുവാൻ വന്ന പലരും ഈ തലമുറകളെ ഉപദ്രവിക്കുന്നത് കണ്ട് അവരുടെ ചുറ്റും കൂടി നിന്നു. ആ ഭ്രാന്തിന്റെ ആധിക്യം കുറയുമ്പോൾ വീണ്ടും ഈ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ച് കരയുന്ന ഒരു അമ്മയാണ് അവിടെ കൂടിയിരുന്നതൊക്കെ കാണുവാൻ കഴിഞ്ഞത്. ചങ്ങനാശ്ശേരിക്കാർക്കും ഇതൊരു നിത്യം കാഴ്ചയായിട്ട് മാറി. പോലീസുകാര്, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി മീൻചന്തയിൽ നിന്ന് മീൻ കച്ചവടക്കാര്, വഴിയാത്രക്കാര് എന്ന് വേണ്ട, റോഡിന്റെ ഓരത്തിട്ട തലമുറകളെ ഉപദ്രവിക്കുന്നത് കണ്ട അനേകര് റോഡിന്റെ അപ്പുറത്തും പലയിടങ്ങളിൽ നിന്ന് നോക്കി നിൽക്കും. എല്ലാവർക്കും നോക്കി നിൽക്കാനേ കഴിയത്തുള്ളൂ. അപ്രകാരം മീൻ കച്ചവടക്കാരൻ പലപ്പോഴും ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഓരത്തിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, കുഞ്ഞുങ്ങൾ വല്ലുവാവിൽ കരയുമ്പോൾ ദൈവജനമേ, മീൻ കൊട്ട തലയിൽ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ റോഡിന്റെ ഓരത്തിട്ട് അടിക്കുന്ന കുഞ്ഞുങ്ങളെയും ആ അമ്മയെയും നോക്കി നിൽക്കുന്ന ഈ ഒരു മീൻ കച്ചവടക്കാരൻ പലപ്പോഴും തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായി ഇവരെല്ലാവരും ഓരോ നോക്കി നിൽക്കും. അങ്ങനെ ചങ്ങനാശ്ശേരിയുടെ ഏതോ ഒരു കടത്തിണ്ണയിൽ കിടന്നുറങ്ങി ഒരു രാവിലെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന ചങ്ങനാശ്ശേരി ട്രാഫിക്കിന്റെ അടുക്കൽ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ 4 വശത്തേക്ക് വാഹനം പറഞ്ഞു വിടുന്ന ജോലിയിൽ താൻ രാവിലെ വന്നു നിന്ന് താൻ തന്റെ ജോലി ചെയ്യുമ്പോൾ അതിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ രംഗനാഥ് തുണിക്കട എന്ന് പറയുന്ന ഒരു തുണിക്കട, വർഷങ്ങളുടെ പിറകിലുള്ള തുണിക്കടയാണ്. 1979കളിൽ ആ ഒരു കടയുടെ തിണ്ണയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സ്ത്രീയും കുഞ്ഞുങ്ങളും വന്ന് ഇരിപ്പുറപ്പിച്ച് പെട്ടെന്ന് അമ്മയ്ക്ക് ഭ്രാന്തിന്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറി. 4 വയസ്സുകാരനെ കൈ നീട്ടി അടിച്ച് അമ്മയുടെ അടി കൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് മാറുമ്പോൾ ദൈവത്തിന്റെ ജനമേ, അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിനെ പതിവ് പോലെ മാതാവ് ഉപദ്രവിക്കുവാൻ തുടങ്ങി. പോലീസുകാർ കാണുന്നുണ്ട്, യാത്രക്കാർ കാണുന്നുണ്ട്, പലരും ദൂരവേ നോക്കി നിൽക്കുന്നുണ്ട്. ഉപദ്രവിക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മാരകമായിട്ട് കുഞ്ഞ് അമ്മയുടെ അടിയേറ്റ് വലുവാവിൽ കരയുമ്പോൾ, മൂത്തവൻ മുറിങ്ങലിച്ച് മാറി എന്ന് കരയുമ്പോൾ ഭ്രാന്തിന്റെ ആധിക്യം ഈ മാതാവിലേക്ക് വന്നിട്ട് മാതൃത്വം മറന്ന് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച അവസാനം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അമ്മയെ അടിച്ച് കരയുന്ന കുഞ്ഞിനെ ഇവര് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് റോഡിലേക്ക് എറിയാൻ വേണ്ടി ഭാവിക്കുന്ന രീതിയിൽ അതുപോലത്തെ ഒരവസ്ഥയിലേക്ക് അവർ വരുവാനിടയായി. അമ്മയടിച്ച വലുവാവിൽ കരയുന്ന ആ 1.5 വയസ്സുള്ള ആൺകുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ചങ്ങനാശ്ശേരി ട്രാഫിക്കിലേക്ക്, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ട്രാഫിക്കിലേക്ക് ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിച്ചു കൊണ്ടുവരുന്ന സമയം ഒരു ദാക്ഷിണ്യമില്ലാതെ അമ്മയടിച്ച് കരയുന്ന കൊച്ചു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിട്ട് ദൈവത്തിന്റെ ജനമേ, ചങ്ങനാശ്ശേരി തെരുവിലേക്ക്, മെയിൻ റോഡിലേക്ക് അമ്മയടിച്ച് കരഞ്ഞ 1.5 വയസ്സുള്ള കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കുഞ്ഞു തെറിച്ചു ചെന്ന ലോറിയുടെ മുൻപിലേക്ക് തെറിച്ചു ചെന്ന് വീണ് ലോറിക്കാരൻ കണ്ട ഒരു സ്ത്രീ കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണ്ട് താന് പെട്ടെന്ന് വാഹനം ചവിട്ടി നിർത്തി. ആ ലോറിയുടെ ഫ്രണ്ട് വീലിന്റെ മുൻപിലേക്ക് കുഞ്ഞ് തെറിച്ചു ചെന്ന് വീഴുന്നത് പോലീസുകാരൻ കണ്ട്. അന്ന് ട്രാഫിക്കിൽ ചെന്നത് പോലീസുകാരൻ ഈ സ്ത്രീ കുഞ്ഞിനെ വലിച്ചെറിയുന്നത് കണ്ട് ദൈവജനമേ, താൻ തന്റെ ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഓടി പോലീസുകാരൻ ഓടിച്ചെന്ന് അമ്മ വലിച്ചെറിഞ്ഞ ആ കുഞ്ഞിനെ ലോറിയുടെ കീഴിൽ നിന്ന്, ലോറിയുടെ വീല് കയറി അരഞ്ഞു പോകേണ്ട സ്ഥാനത്ത് ലോറിയുടെ വീലിന്റെ അടിയിൽ നിന്ന് അമ്മ വലിച്ചെറിഞ്ഞ വല്ലുവാവിൽ കയറുന്ന കുഞ്ഞിനെ ആ പോലീസുകാരൻ ആ കുഞ്ഞിനെ വലിച്ചെടുത്ത ലോറി ഡ്രൈവർ ലോറി ചവിട്ടി നിർത്തി. രോഷാകുലനായി ചാടി ഇറങ്ങിയ ലോറി ഡ്രൈവർ ഓടിച്ചെന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് സ്ത്രീയുടെ കരണം നോക്കി അടിക്കുകയും ട്രാഫിക് പോലീസുകാരൻ ഓടിപ്പോയപ്പോൾ ചങ്ങനാശ്ശേരി വാഹനങ്ങൾ ബ്ലോക്കായി. ഈ ബ്ലോക്കായി കിടക്കുന്ന സമയം ദൈവത്തിന്റെ ജനമേ, പോലീസുകാരൻ ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യം കാഴ്ചയാ. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാഴ്ച ഇവരെല്ലാം നിത്യം കാണുന്നതാ. വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ ലോറിയുടെ അടിയിൽ നിന്നെടുത്ത് പെട്ടെന്ന് ആൾക്കാർ കൂടുവാനിടയായി. ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചില്ലേ,
ചങ്ങനാശ്ശേരിയിൽ ഒരു മീൻ കച്ചവടക്കാരൻ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ മീൻ ഒരു റോഡിന്റെ ഓരത്തിട്ട് അമ്മയെ ഉപദ്രവിക്കുമ്പോൾ മീൻ കൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ണുനീരോട് നോക്കി നിൽക്കുന്ന ഒരു മീൻ കച്ചവടക്കാരന്റെ കാര്യം, താനും തന്റെ സഹധർമ്മിണിയും തന്റെ ഭാര്യയും എന്തോ ആവശ്യത്തിന് ചങ്ങനാശ്ശേരി തെരുവിൽ വന്നതാ. ചങ്ങനാശ്ശേരി തെരുവിലെ ആൾക്കൂട്ടം കണ്ട് ആ ആൾക്കൂട്ടത്തിനകത്തേക്ക് താനും തന്റെ ഭാര്യയും കയറി വരുമ്പോൾ ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും തന്റെ കണ്ണിനെ ഈറനണിയിച്ച ആ ഭ്രാന്തിയെയും ആ കൊച്ചു കുഞ്ഞുങ്ങളെയും താൻ കാണുവാനിടയായി. താൻ കയറി വരുമ്പോൾ ആൾക്കാർ കൂടി നിൽക്കുന്ന ആ കൂട്ടത്തിലേക്ക് കയറി വരുമ്പോൾ ആ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ് ഇപ്രകാരമാ, ഈ കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ട് വളർത്താം, അല്ലെങ്കിൽ ഇതിങ്ങനെ മരിച്ചു പോകും. കാരണം ചങ്ങനാശ്ശേരിക്കാർക്ക് നിത്യം കാഴ്ച, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഈ അവസ്ഥ കണ്ടുകൊണ്ട് വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. ദൈവത്തിന്റെ ജനമേ, മീൻ കച്ചവടം അനേകർ കൂടിയ കൂട്ടത്തിനകത്തേക്ക് ഈ മീൻ കച്ചവടക്കാരനും എന്റെ ഭാര്യയും കയറി വരുമ്പോൾ പോലീസുകാരൻ ഇതാ പറയുന്നത്. പലപ്പോഴും തന്റെ കണ്ണിന് ഈറനണിയിച്ച ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും അവിടെ കാണുമ്പോൾ ദൈവത്തിന്റെ ജനമേ, പുറകോട്ടൊന്നും നോക്കാതെ തന്റെ ഭാര്യയോടുകൂടെ ആ മീൻ കച്ചവടക്കാരനായി, മധ്യവയസ്കനായ മീൻ കച്ചവടക്കാരൻ രണ്ട് കൈയും പോലീസുകാരന്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ തന്നേക്കാൻ പറഞ്ഞു. സ്തോത്രം. അമ്മ വലിച്ചെറിഞ്ഞ് ഒരു ആൺകുഞ്ഞാണെന്ന് പോലും തോന്നാതെ ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുന്ന വലിയ വാവിൽ കരയുന്ന ആ കൊച്ചു കുഞ്ഞിനെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞുകൊണ്ട് മധ്യവയസ്കനായ ഒരു മീൻ കച്ചവടക്കാരൻ രണ്ട് കൈയും പോലീസുകാരന്റെ കൈ മുൻപിലേക്ക് നീട്ടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, അമ്മ വലിച്ചെറിഞ്ഞ ആ 1.5 വയസ്സുള്ള ആൺകുഞ്ഞിനെ ആ കൈനീട്ടി നിൽക്കുന്ന ആ പിതാവിന്റെ കയ്യിലേക്ക് പോലീസുകാരൻ കൈമാറി. കുഞ്ഞിനെ കയ്യിൽ കിട്ടി, അതിനെ മാറോട് ചേർത്ത് വാരി പുണർന്നുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, 1970 തെരുവിൽ തിങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ആദവും പിതാവും ആ കൊച്ചു കുഞ്ഞുമായി ഓടി മാതൃത്വത്തിലേക്ക് മടങ്ങി വന്ന ഭ്രാന്തിയാകുന്ന അമ്മ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, അവര് വലിച്ചെറിഞ്ഞ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാൾ കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയുടെ പുറകെ അലറിക്കരഞ്ഞുകൊണ്ട് സ്വന്തം മാതാവും സഹോദരനായ 4 വയസ്സുകാരനും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ കരഞ്ഞുകൊണ്ടുകൂടി ആ മാതാവും പിതാവും ചങ്ങനാശ്ശേരി തിങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ആ കൊച്ചു കുഞ്ഞുമായി ഓടി മറയുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. ആ മീൻ കച്ചവടക്കാരന് 3 മക്കളാ. ഹല്ലേലൂയ. മൂത്തത് ഒരാൺമകൻ, 2 പെൺമക്കള്. ഹല്ലേലൂയ. ആ 3 മക്കളോട് കൂടെ ചങ്ങനാശ്ശേരിന്ന് കിട്ടിയ ആ 1.5 വയസ്സുള്ള ആൺകുഞ്ഞിനെ തന്റെ 4ാമത്തെ മകനായിട്ട്, മാതാപിതാവും തന്റെ 4ാമത്തെ മകനായിട്ട് ദൈവത്തിന്റെ ജനമേ, ആ കുഞ്ഞിനെ ആ വീട്ടിൽ അവർ സന്തോഷത്തോട് കിട്ടിയ ആ കൊച്ചു കുഞ്ഞിന് അന്നിട്ട പേരാണ്. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മുന്നിൽ ഈ രാവിലെ സമയം ഈ അനുഭവ സാക്ഷ്യം പറയുന്ന ഏഴയാകുന്ന അടിയൻ ഇന്ന് രാവിലെ സമയം ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് കർത്താവ് അടിയനെ കൊണ്ടുവന്ന വഴികളെ, വിധങ്ങളെ, സാക്ഷ്യങ്ങളെ പറയുമ്പോൾ 1.5 വയസ്സിൽ സ്വന്തം മാതാവ് ഭ്രാന്തിന്റെ ആധിക്യത്താൽ പിടിപെട്ട് തലമന്ത്രവാദത്താലും ക്ഷുദ്രപ്രയോഗത്താൽ തലയ്ക്ക് സ്ഥിരമില്ലാതാക്കപ്പെട്ട അമ്മ അന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ആ മീൻ കച്ചവടക്കാരൻ കൊണ്ടുപോയി വളർത്തി വലുതാക്കി സന്തോഷം എന്ന പേരോടുകൂടി ഇന്ന് രാവിലെ നിങ്ങളുടെ മുൻപിൽ 3 മക്കളുടെ പിതാവായി കർത്താവിന്റെ ഒരു ശുശ്രൂഷകനായി ഞാൻ നിങ്ങളുടെ മുൻപിൽ രാവിലെ സമയം എൻ്റെ കർത്താവിനെ ഉയർത്തുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു ദൂത, ദൈവത്തിന്റെ ജനമേ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ലോറി കയറി അരഞ്ഞു പോകേണ്ട സ്ഥാനത്ത് മാതാവിന്റെ അടിയേറ്റ ആഹാരമില്ലാതെ പലപ്പോഴും കുഴഞ്ഞു വീഴുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ചങ്ങനാശ്ശേരിക്കകത്ത് ഒരു മീൻ കച്ചവടക്കാരനെ കൊണ്ടുവന്ന ആ തെരുവിനകത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി വളർത്തി വലുതാക്കി സന്തോഷം എന്ന പേരോടുകൂടി ഇന്ന് പകൽ ദൈവജനത്തിന്റെ മുൻപിൽ നിൽക്കാൻ അടിയനെ പ്രാപ്തനാക്കിയ ദൈവത്തെ ഞാൻ ഈ രാവിലെ സമയം സ്തുതിക്കുകയാ. ഒരനുഭവം, ഒരു പാട്ട് കൊണ്ട് മറ്റൊരു പാട്ടിനെ കണ്ണിക്കാം, ഒരു പ്രസംഗം കൊണ്ട് മറ്റൊരു പ്രസംഗത്തെ ഖണ്ഡിക്കാം, ഒരെഴുത്തുകൊണ്ട് മറ്റൊരെഴുത്തിനെ ഖണ്ഡിക്കാം. എന്നാൽ ഒരനുഭവം കൊണ്ട് മറ്റനുഭവത്തെ ഖണ്ഡിക്കുവാൻ കഴിയത്തില്ല. പ്രിയരെ, സന്ധിയോടകം ഈ മാതാവും സഹോദരനും
കുഞ്ഞിനെ കൊണ്ടുപോയ വീട് തേടിയെത്തി. രണ്ട് കൈയും ആ വീട്ടിലേക്ക് നീട്ടി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി കരയുമ്പോൾ, യുവജനമേ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആ വീടിന്റെ വിറക് വെക്കുന്ന തട്ടിന്റെ പുറത്ത് 1.5 വയസ്സുള്ള എന്നെ ഒളിപ്പിച്ച് ആരോ പൊത്തി പിടിച്ചിട്ട്, ആമേൻ ഹല്ലേലൂയ, പുറത്തു വന്ന ആരോ പറഞ്ഞു, അവൻ ഇവിടെ വന്നുകൊള്ളും, നീ പൊക്കോളാൻ പറഞ്ഞു. യുവജനമേ, കണ്ണിൽ നിന്ന് ആരതാരയായി നീരൊഴുകി എന്റെ കുഞ്ഞിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും കൈ നീട്ടി ആമേൻ ആ വീട്ടിലേക്ക് കൈ നീട്ടി നിൽക്കുന്ന പെറ്റതള്ളയെ വീണ്ടും ആരോ പറഞ്ഞു, അവൻ ഇവിടെ വളർന്നുകൊള്ളുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തോടു കൂടി ആരോ പറഞ്ഞു. ദൈവജനമേ, പിച്ചും കൈയും പറഞ്ഞുകൊണ്ട് കണ്ണുനീര് ആകാര ഒഴുകുന്ന മാവ് രണ്ട് കൈയും പുറകോട്ട് വലിച്ച് ആമേൻ 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ച് ആമേൻ ഇരുട്ടിലേക്ക് ആ കുഞ്ഞുമായി നടന്നു നീങ്ങുമ്പോൾ, ദൈവത്തിന്റെ ജനമേ, ആമേൻ കല്ലയിൽ കൊണ്ടുവന്ന് വളർത്തിയ വീട്ടിൽ 1.5 വയസ്സ് മുതൽ പിച്ച വെച്ച് വളർന്നത് ആമേൻ ആ ഭവനത്തിലാണ്. പ്രത്യേക അതിനകത്തൊരു വലിയ ദൈവത്തിന്റെ ഇടപെടിയിലെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എന്നെ ചങ്ങനാശ്ശേരി തെരുവിൽ നിന്ന് ആമേൻ കൊണ്ടുപോയി വളർത്തിയ വീട്ടുകാര് പെന്തക്കോസ്തുകാരായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു. റാന്നി കരിയമ്പ്ലാവിൽ സ്നാനപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, ദൈവത്തെ അറിയുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിനകത്തേക്ക് ഏഴയാടും നടിയനെ ദൈവം കൊണ്ടുവന്നാക്കി. ആമേ സൺഡേ സ്കൂളിൽ പഠിച്ചു, നല്ല വിദ്യാഭ്യാസം തന്നു. കർത്താവിന്റെ അറിയുവാൻ ദൈവം ഒരു മുഖാന്തരമെല്ലാം ഒരുക്കി. ദൈവത്തിന്റെ ജനമേ, ഏകദേശം ചങ്ങനാശ്ശേരിക്ക് 16 വശം, ആലപ്പുഴയ്ക്ക് തിരിയുന്ന വഴിയിൽ ദേശത്ത് ആമേൻ പെരുന്നയ്ക്ക് 16 വശം മനക്കച്ചിറയുന്ന ദേശത്ത് ഞങ്ങൾ പാർക്കുവാനിടയായി. അതൊരു കോളനി ദേശമാണ്. അവിടെയാണ് ഞാൻ പാർക്കുവാനിടയായത്. ഞങ്ങൾ ഒറ്റ പെന്തക്കോസ്ത് കുടുംബമേ ഉള്ളൂ. ആമേൻ മറ്റെല്ലാം ഹൈന്ദവരായിരുന്ന കുടുംബങ്ങളാ. യുവജനമേ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഏതാണ്ട് 6, 7, 8 വയസ്സിലൊക്കെ ആമേൻ ഹല്ലേലൂയ 5, 6 തോന്നുന്ന ആ സമയത്ത് പഠിക്കുന്ന പ്രായത്തിൽ ഞാൻ ആമേൻ നാട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ ചെല്ലുമ്പോൾ ആമേൻ ചിലവരൊക്കെ പറയും, നിന്നെ എടുത്ത് വളർത്തിയതാ, നിന്റെ അമ്മ ഭ്രാന്തിയ, ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് പറയും. ദൈവജനമേ, കുഞ്ഞു പ്രായത്തിൽ ഞാൻ ആ വീട്ടിലെ അല്ലെന്ന് കേൾക്കത്തക്ക രീതിയിൽ സ്നേഹങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുവാനിടയായി. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ എടുത്തു വളർത്തിയ കൊച്ചൻ എന്ത് ചെയ്ത് ചോദിക്കും. ദൈവജനമേ, പലപ്പോഴും കേട്ടിട്ടും കേൾക്കാതെ വണ്ണം പുറകോട്ട് പോകും. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്റേതെന്ന് എൻ്റെ മനസ്സിനകത്തേക്ക് ഒരു ഭാരം പോലെ വീഴുവാനുണ്ട്. അത് എന്നെ പലരിൽ നിന്നും പുറകോട്ട് വലിക്കുവാനിടയായി. പലരും മിണ്ടാൻ ഒരു അപകർഷതാ ബോധം, പലരിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഞാൻ ഒരു ചെറിയ രീതി ഞാൻ ഒതുങ്ങിപ്പോകുന്ന രീതിയിൽ വളർന്നു വരുന്തോറും ഞാൻ ഒതുങ്ങിപ്പോകുകയായിട്ട് സംസാരിക്കാതെ ഒരു പ്രത്യേകമാകുന്ന രീതിയിൽ ഒതുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് പോയി. എങ്കിലും 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം എനിക്ക് നൽകി. ആമേൻ ഹല്ലേലൂയ. ലോകപ്രകാരം ഹല്ലേലൂയ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് എഴുതിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഏതാണ്ട് ഹല്ലേലൂയ സ്തോത്രം ലോകപ്രകാരം വന്നത് കോളനി ദേശമാണ്. എൻ്റെ കൂട്ടുകാർ അങ്ങനെയുള്ള കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കലാഫീൽഡിലേക്ക് നീങ്ങുവാനിടയായി. ദൈവജനമേ, ഞാൻ ഏതാണ്ട് ഒരു നല്ലൊരു യൗവനപ്രായമായപ്പോൾ ഞാൻ കലാഫീൽഡിലേക്ക്, എനിക്ക് അഭിനയിക്കണം, കഥ എഴുതണം, നാടകം, അങ്ങനെ ഞാൻ ആ രീതിയിലേക്ക് ഞാൻ കഥ എഴുതാൻ തുടങ്ങി, നാടകം എഴുതാൻ തുടങ്ങി. ഞാൻ നാടകം ചെറിയ സംവിധാനം ചെയ്യാൻ തുടങ്ങി. 1990കളിൽ കൊച്ചിൻ മിമിക്സ് ഇന്ത്യ എന്ന ഗ്രൂപ്പിന്റെ ഒരു മിമിക്സ് പീരീഡിലെ ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാറാനിടയായി. എറണാകുളത്ത് ആമേൻ ഓഫീസായിട്ടുള്ള, എറണാകുളം, കൊച്ചി, തേവരയിൽ ഓഫീസായിട്ടുള്ള അടൂറും അത് സംവിധാനം ചെയ്യുന്ന ഒരു മിമിക്സ് പീരീഡിന്റെ ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാറി. അങ്ങനെ ആ സമയത്ത് മിമിക്സ് ഗാനമേള എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ആ സമയത്ത് ഞാൻ ഫീമെയിൽ ഞാൻ പാട്ട് പാടുമായിരുന്നു. ഞാൻ സ്ട്രിങ് സൈഡ്, ഞാൻ വയലിൻ, ആ ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ എൻ്റെ കണ്ണനാളം കൊണ്ട് വായിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ ആ ഒരു കലാകാരനാകാൻ വേണ്ടി മുൻപോട്ട് വന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞാൻ ആരാധനയ്ക്ക് പോകാതായി. ദൈവത്തിന് പുറകോട്ട് പയ്യെ അകലുവാനിടയായി. ആമേ സന്ധ്യപ്രാർത്ഥനയ്ക്ക് അമ്മച്ചി അച്ചായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സന്ധ്യപ്രാർത്ഥനയ്ക്ക് കൂടാതെ ഞാൻ എൻ്റെ മുറിയിൽ കിടന്നുകൊണ്ട് നാടകം എഴുതുകയോ കഥ എഴുതുകയോ ചെയ്യുന്ന സമയം എൻ്റെ ഈ മാതാവും പിതാവും കണ്ണുനീരോട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ദൈവമേ സന്തോഷം എന്നെ വിടിവിക്കണം. ഞാനൊരു സിനിമാ പ്രാന്തനായി എന്ന് പറഞ്ഞാൽ കോട്ടയത്തും ആലപ്പുഴയിലൊക്കെ അന്നത്തെ കാലത്ത് റിലീസ് ചെയ്യുന്ന പടങ്ങൾ കാണാനുള്ള വ്യഗ്രതയോടുകൂടി എങ്ങനെയും അല്പം സാമ്പത്തികം ഉണ്ടാക്കുക, സിനിമ കാണാൻ പോകുക, സിനിമ കാണുക, അഭിനയം കാണുക, ഇങ്ങനെ അഭിനയിക്കാൻ ഒരുങ്ങുക. ഞാൻ കഥ എഴുതി, നാടകം, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാൻ തുടങ്ങി. അപ്പം എൻ്റെ കഥകൾ അഭ്രപാളികൾ വരത്തക്ക രീതിയിൽ ഞാൻ പല രീതിയിലേക്ക് മുട്ടാനിടയായി. അങ്ങനെ 1998
പ്രൊഫസർ മധുസൂദൻ നായർ എഴുതി ആ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആമേൻ 12 മക്കളെ പെറ്റൊരമ്മ എന്ന് പറയുന്ന നാറാണത്ത് ഭ്രാന്തം ഒരു കവിത പ്രൊഫസർ മധുസൂദൻ നായർ എഴുതി. തനിക്ക് ആ വർഷത്തെ സംഗീത അക്കാദമി അവാർഡ് നേടിയ ഒരു കവിതയാണ്. ഈ കവിതയുടെ ലെങ്ത് 20 മിനിറ്റാണ്. 20 മിനിറ്റുള്ള കവിതയുടെ കാസറ്റ് ഞാൻ മേടിച്ചിട്ട് അതിനു വേണ്ടി ഞാൻ 5 മിനിറ്റ് ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് വേദികളിൽ ഞാൻ നാറാണത്ത് ഭ്രാന്തൻ അഭിനയിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തന്റെ സ്വപ്നങ്ങളാണ് ഈ കവിതയ്ക്കകത്ത് പറയുന്നത്. ആ 12 പറയപ്പെട്ട പന്തലികുലത്തിലെ ഒരു ഇതാകുന്ന നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് പറയുന്ന കവിത ഞാൻ കാസറ്റിൽ ഇട്ടുകൊണ്ട് അതിന് രംഗപടം കൊടുത്തുകൊണ്ട് ഞാൻ വിഗും ദീക്ഷയും എല്ലാം വെച്ച് നാറാണത്ത് ഭ്രാന്തൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ വേദികളിൽ ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് വേദിയിൽ എനിക്ക് നോട്ടുമാല കിട്ടി, ഗ്ലാസ് വെയർ കിട്ടി. എന്റെ നാട്ടുകാര്, എന്റെ മാതാവിനും പിതാവിനും വന്ന് പറഞ്ഞു, അവൻ ഇങ്ങനെയൊക്കെ നല്ല കഴിവുണ്ട്, അവൻ അപ്രകാരം ഉയർന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ അവന്റെ ആ വഴിക്ക് വിടാൻ പറഞ്ഞു. മനസ്സോടെ അവൻ എന്റെ മാതാപിതാക്കളും മൂളി. അങ്ങനെ ദൈവത്തിന്റെ ജനമേ ആ വർഷം 98 കഴിഞ്ഞ് ആ സമയങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ തിരുവനന്തപുരം നേമത്ത് കൈരളി ഫിലിംസിന്റെ അക്കാദമി ഞാൻ അഭിനയം പഠിക്കാൻ വേണ്ടി വന്നു. അഭിനയം പഠിക്കാൻ വരിക എന്നുള്ള ഉദ്ദേശം ഇതാണ്, ഞാൻ എഴുതിയ കഥകള് സിനിമയായിട്ട് വരണം, ചെറിയ റോളെങ്കിലും എനിക്ക് ലഭിക്കണം, അല്ലെങ്കിൽ സീരിയലിന് കഥ എഴുതാൻ തുടങ്ങി എന്ന് വേണ്ട. ഒരു കലാകാരനായി ചങ്ങനാശ്ശേരി ആചാര്യ നാടക ട്രൂപ്പിന്റെ ആർട്ടിസ്റ്റായിട്ട് മാറി. അങ്ങനെ പല രീതിയിൽ കലാഫീൽഡിലേക്ക് ഞാൻ ഉയരുവാൻ ഇടയായതോടുകൂടി ഞാൻ ആത്മീകത്തിൽ നിന്ന് പുറകോട്ട് പോയി. സ്നാനപ്പെടാതായി, ഞാൻ ദൈവത്തെ അറിയാതായി, ആരാധനയ്ക്ക് പോകാതായി, എൻ്റെ ഫീൽഡ് നേരെ കലാഫീൽഡിലേക്ക് മാറി. ഞാനും വീട്ടുകാരും തമ്മിൽ നേരെ ഡിഫറൻ്റ് ആയി. ദൈവജനമേ, എന്നാൽ ഞാൻ ഇപ്രകാരം വിളിച്ചു പറയട്ടെ, 1999 ഞാൻ ഈ കലാരൂപം അവതരിപ്പിച്ച് മുൻപോട്ട് പോകുന്ന സമയം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവജനമേ യേശു കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ആ വർഷം ഒരു ദേവദാസന്റെ മകളെ വിവാഹം കഴിച്ച ആ വർഷം തന്നെ ഞാൻ കർത്താവിനെ പരസ്യമായി ജലത്തിൽ സ്നാനപ്പെട്ട ഹല്ലേലൂയ. എനിക്ക് ആശാരിപ്പണിയാണ്, എൻ്റെ ചേട്ടൻ ആശാരിപ്പണിയാണ്, എന്നെ ആശാരിപ്പണി പഠിപ്പിച്ചു. ഞാൻ ആശാരിപ്പണി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആശാരിപ്പണിക്ക് 200 രൂപ തച്ചുള്ള സമയം. ദൈവത്തിന്റെ ജനമേ 2002 എൻ്റെ വൈഫ് മൂത്ത മകനെ 4 മാസം ഗർഭിണിയായിരിക്കുന്ന സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ദൈവം എന്നെ കൊണ്ടാക്കി. 4 വർഷം കർത്താവിന്റെ വചനം അവിടെ പഠിച്ചു. ദൈവത്തിന്റെ ജനമേ 2 വെള്ളമുണ്ടും ഹല്ലേലൂയ വെള്ള ഷർട്ടുമായി കുമ്പനാടിന്റെ വമ്പന്മാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഏതാണ്ട് 400ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ വലിയ കോളേജിനകത്തേക്ക് ദൈവം എന്നെയും ഒരു ബൈബിളുമായി കൊണ്ട് കയറുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. 4 വർഷം വചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വരത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്തു. കേൾക്കണമേ, എനിക്ക് ആ സമയത്ത് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. മൂത്തവന്റെ മക്കൾക്ക് 2 വയസ്സിന് താഴെ, എൻ്റെ ഇളയ പെൺകുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ കുമ്പനാട് 4ാമത്തെ വർഷം പഠിക്കുന്ന സമയം ഹല്ലേലൂയ ഒരു നമ്പർ എനിക്ക് ലഭിച്ചു. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇടത്തുവയുടെ ഭാഗത്തുനിന്ന് ഒരു മീറ്റിംഗ് ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ഒരു ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ ഫോൺ നമ്പർ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ എടുത്ത വ്യക്തിയുടെ പേര് വിജയൻ എന്നാണ്. അയാൾ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ വരണം? തിരുവല്ല വരാൻ പറഞ്ഞു. എവിടെ? തിരുവല്ല റെയിൽവേ സ്റ്റേഷനോടെ വരാൻ പറഞ്ഞു. ദൈവജനമേ, അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ്, അങ്ങനെ ഇളയ പെൺകുഞ്ഞിന് 1.5 വയസ്സ്. ആ പ്രായത്തിൽ ഞങ്ങൾ ഒരു ബൈക്കിൽ അന്ന് ഞാൻ കുമ്പനാട് 4ാം വർഷം പഠിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേലയോളം അണിമേൽ ചെറിയൊരു വേല ആരംഭിച്ച ഒരു സഭയെ അവിടേക്ക് വേലയ്ക്ക് വിട്ട് ഞാൻ സഭാചാർജം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ദേവദാസിയും കുഞ്ഞു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കിൽ തിരുവല്ലയിലേക്ക് വരിക. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ജനമേ, എവിടെയാ? ഞാൻ പറഞ്ഞു, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എവിടെ നിൽക്കുന്നു ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിന്റെ ഫ്രണ്ടിൽ ഒരു ബൈക്കിന്റെ അടുക്കൽ കറുത്ത പാൻറിട്ട വെള്ള ഉടുപ്പിട്ടെന്ന് പറയുകയും എന്നേക്കുള്ള ദൈവജനമേ, ആ ഫോൺ എടുത്ത വ്യക്തി ആ റോഡിന്റെ ഓരത്തുനിന്ന് അപ്പുറത്തുനിന്ന് എൻ്റെ കുഞ്ഞേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടി വന്ന് ഫോൺ വിളിക്കുന്ന എന്നെ കെട്ടിപ്പിടിച്ച് കരയും. Amen. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
സ്തോത്രം സ്തോത്രം. Thank you, Lord Jesus. Amen. സ്തോത്രം. കർത്താവേ ദൈവമേ, എല്ലാം കറക്റ്റായി വരണമേ അപ്പാ. സ്തോത്രം സ്തോത്രം. ദൈവം തിരുവല്ലകത്ത് മുഖദാവി കൊണ്ടുവരുവാനിടയായി. ദൈവത്തിന്റെ ജനമേ, ഞാൻ പറഞ്ഞു വരുന്നത് മന്ത്രവാദത്താൽ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരാഭിചാരത്തിനും അവരെ തകർക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഞാനും ജ്യേഷ്ഠനും കണ്ടുമുട്ടി. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അദ്ദേഹം തെരുവിലാണ് വളർന്നത്. തിരുവല്ലത്തെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ചെറിയ വീട് വെച്ചു. ആമേൻ ഹല്ലേലൂയ. താനും തന്റെ വീട്ടിലേക്ക് എന്നെയും വൈഫിനെയും കുഞ്ഞുങ്ങളെ അന്ന് രാത്രി കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചിട്ട് താൻ മാരുതിയുടെ ഒരു ഒമിനിയുടെ ഒരു വാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രാവിലെ ഞായറാഴ്ച കണ്ടുമുട്ടുന്നു. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഒരു യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ തിങ്കളാഴ്ച യാത്ര പോകുന്നത് എറണാകുളത്തേക്കാണ്. തിരുവല്ല ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴ, ആലപ്പുഴ നിന്ന് എറണാകുളത്തു നിന്ന് ഞങ്ങൾ നേരെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. അവിടെ ചിറ്റക്സിന്റെ കമ്പനി കഴിഞ്ഞ് കാത്തലിക്സിന്റെ പ്രോവിഡന്റ് ഹോം ഉണ്ട്. ആ പ്രോവിഡന്റ് ഹോമിൽ ഞങ്ങൾ ചെന്നു. ലേഡീസിന്റെ ഒരു അനാഥശാലയാണ്. അനാഥശാല ഞങ്ങൾ ചെന്നു. അന്തേവാസികളെ കാണുവാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ 1.5 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ കയ്യിലുണ്ട്. എന്റെ ഈ 2 വയസ്സിന് മൂത്ത എന്റെ ആൺകുഞ്ഞുങ്ങൾ എന്റെ കൂടെ, എന്റെ വൈഫ്, ഒരമ്മായി, ഈ ജ്യേഷ്ഠന്. ഞങ്ങള് ഈ അനാഥാലയത്തില് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വലിയ ഹാളില് അനേകരുണ്ട്. ബുദ്ധിമാന്യമുള്ളവരുണ്ട്, വൈകല്യമുള്ളവരുണ്ട്, പ്രായാധിക്യമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ലേഡീസിന്റെ അനാഥശാലയാ. അതിനകത്ത് 2 സ്ത്രീകളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. ദൈവത്തിന്റെ ജനമേ, ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഹാളിന്റെ അങ്ങേയറ്റത്ത് ഒരു ചുമല കസേരയില് ഒരു ചുമല നൈറ്റി ഇട്ടുകൊണ്ട് മുടിയെല്ലാം വട്ടം വെട്ടി ഒരു അമ്മ ഇരിക്കുന്ന കാഴ്ച കണ്ടു. ദൈവത്തിന്റെ ജനമേ, എന്റെ ജ്യേഷ്ഠൻ വന്ന് കുഞ്ഞെ എങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കിയപ്പോൾ പ്രായാധിക്യമായ ഒരു മാതാവ് തലകുനിരിക്കുന്ന കാഴ്ച. ശരീരത്തിന് വയ്യ. ഏതാണ്ട് 65 വയസ്സിന് മുകളിൽ പ്രായം വരും. എന്റെ കുഞ്ഞുങ്ങളും ഞാനും ദേവദാസിയും ഈ ജ്യേഷ്ഠനും ഞങ്ങള് ആ അമ്മയുടെ അടുക്കലേക്ക് ചെന്ന്, ദൈവത്തിന്റെ ജനമേ, എന്നെ ചങ്ങനാശ്ശേരിയിൽ 1.5 വയസ്സിൽ ഭ്രാന്തിന്റെ ആധിക്യത റോഡിലേക്ക് വലിച്ചെറിഞ്ഞ അതേ അമ്മയുടെ അടുക്കൽ 34 വയസ്സും 3 കുഞ്ഞുങ്ങളുടെ പിതാവുമായി എന്റെ ദൈവം എന്റെ അമ്മയുടെ മുൻപിൽ ദൈവം എന്നെ കൊണ്ടെത്തി നിർത്തുവാനിടയായി. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ എന്നെ തിരിച്ചറിഞ്ഞു. എന്റെ അജയ് മോനല്ലേ എന്ന് ചോദിച്ച് കരയുവാൻ തുടങ്ങി. എന്റെ പേര് അജയൻ എന്ന, ജ്യേഷ്ഠന്റെ പേര് വിജയൻ, എന്റെ പേര് അജയൻ എന്ന. എന്നെ കൊണ്ടുവന്ന വീട്ടിലാണ് സന്തോഷം എന്ന് പേരിട്ടത്. എന്റെ അജയ് മോനല്ലേ എന്ന് പറഞ്ഞാൽ 1.5 വയസ്സിൽ എന്നെ നഷ്ടപ്പെട്ടപ്പോൾ അമ്മ വയലന്റ് ആയി. ഓർമ്മ വരുമ്പോൾ എല്ലാം പറയും, എന്റെ അജയമോൻ വരും, എന്റെ അജയമോൻ വരും, എന്റെ അജയമോൻ വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാനെന്ന് പറയുന്നത്. അവസാനം എന്നെയും കുടുംബമായി എത്തിച്ചു. ഞാൻ എന്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കരഞ്ഞ് ആ തലയിൽ തലോടിക്കൊണ്ട് 32 വർഷത്തിന് പുറകിലേക്ക് ഇറങ്ങി. 1.5 വയസ്സിൽ ചങ്ങനാശ്ശേരി തെരുവിൽ കടത്തണ്ടയിൽ 1.5 വയസ്സിൽ അതിനെ കുഞ്ചിക്കുന്നത് പോലെ ചില പദങ്ങൾ പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മോനെ, അമ്മ ഇവിടെ ഉണ്ട്. വല്ലപ്പോഴും മോൻ അമ്മയെ കാണണം. മോനെ വളർത്തിയത് അവരെ മോൻ അന്വേഷിക്കണം. ദൈവത്തിന്റെ നീതി കേൾക്കണമോ? 1 മാസം തികയുന്നതിന് മുൻപ് എന്റെ അമ്മ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ബാത്റൂമിനകത്ത് വീണ് തലയിടിച്ച് എന്തോ അസ്വസ്ഥതയായി. ഒറ്റ പ്രാവശ്യം പെറ്റതള്ള മുഖതാവി കണ്ടു. എന്റെ വൈഫിനെ, എന്റെ കുഞ്ഞുങ്ങളെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളും കണ്ടു. ഒറ്റ പ്രാവശ്യം അമ്മയെ കണ്ടു. ഹല്ലേലൂയ. അമ്മ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ നീതി ഞങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ ജനമേ, ഒരുമിച്ച് കണ്ടു. നമ്മ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് ഞാൻ വളർന്നു വരുന്ന വീട്ടിലെ എന്റെ അമ്മച്ചി, എന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ അമ്മച്ചി മരിച്ചിട്ട് ഇന്ന് 16 വർഷമായി. എന്റെ 3 കുഞ്ഞുങ്ങളെ കണ്ട് അവരുടെ പ്രസവം എടുത്ത് ആ കുഞ്ഞുങ്ങളെല്ലാം നോക്കിയാണ് എന്റെ അമ്മച്ചി അവസാനം ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. എന്നെ ചങ്ങനാശ്ശേരി തെരുവിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ പിതാവ്, കുഞ്ഞച്ചൻ എന്നാണ് പേര്. ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്റെ വാഗ്ദത്ത സന്തതിയാ എന്ന് പറഞ്ഞാണ്. എന്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ പോകത്തില്ല, ചേച്ചിമാരുടെ ഒക്കെ പോകത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ 3 പേരെ മതി. എവിടെ പോയ ഒരു ദിവസം ഓടി എൻ്റെ അടുത്ത് വരും, എന്നോട് കൂടെ എൻ്റെ വീട്ടിൽ. ദൈവത്തിന്റെ ജനമേ, തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞ് 2 മണി രാത്രിക്ക് ഞാൻ തിരിച്ച് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ 3 മണി 2 മണി അടുക്കുമ്പോൾ രാത്രി ഒരു വടിയും പിടിച്ച് 93 വയസ്സുള്ള പിതാവ് എന്നെ നോക്കി ഉറങ്ങാതെ കാത്തിരിക്കും. ഞാൻ വന്നു കഴിയുമ്പോൾ എന്നെ കണ്ട് കാര്യം ചോദിച്ച് കിടന്നുറങ്ങുന്നൊരു പിതാവ്
എന്നാൽ ഇന്ന് രാവിലെ പറയട്ടെ, ആമേൻ, 2017 എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി. ആമേൻ, ആമേൻ. ആ വീടും സ്ഥലവും എൻ്റെ പേരിൽ തന്ന്, എൻ്റെ ജ്യേഷ്ഠന്മാർ താമസിക്കുമ്പോൾ ആ വീട് സ്ഥലവും എൻ്റെ പേരിൽ തന്ന്, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ പിതാവ് ലോകത്തിന് നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറഞ്ഞു വരുന്നത്, ഇന്നും എന്നെ ജനിപ്പിച്ച പിതാവുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, സ്വർഗത്തിലെ പിതാവ് എനിക്ക് വേണ്ടി ചങ്ങനാശ്ശേരിക്കകത്ത് ഒരപ്പനെ ഒരുക്കുവാനിടയായി, ഒരമ്മയെ ഒരുക്കുവാനിടയായി. ലോറി കയറി അരഞ്ഞു പോകേണ്ട സ്ഥാനത്തുനിന്ന് എടുത്തു കൊണ്ടുപോയി വളർത്തി തെരുവിനകത്തുനിന്ന് കൃപയുടെ പ്രഭാഷകനാക്കി എന്നെ ദൈവം നിർത്തത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. കുമ്പനാട് വൈ സ്കൂളിലെ പഠനം കഴിഞ്ഞ് ശുശ്രൂഷയിലേക്ക് പുറത്തു വന്ന് ദൈവത്തിന്റെ ജനം എന്റെ ടെസ്റ്റ് മണിയിലൂടെ ഞാൻ പൊതു ശുശ്രൂഷയിലേക്ക് വരുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ചെറിയ ചെറിയ കൺവെൻഷനുകൾ പ്രസംഗിക്കത്തക്ക രീതിയിൽ ദൈവം എനിക്ക് വഴികൾ ഒരുക്കി. ഞാൻ ഓർക്കുന്നു, തിരുവനന്തപുരത്ത് ഏജിയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുമ്പോൾ എൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എൻ്റെ പേരിനോട് ചേർത്ത് എൻ്റെ സന്തോഷ് ചങ്ങനാശ്ശേരി എന്ന് പേര് ചേർത്തു. കാരണം ഞാനും എൻ്റെ സഹോദരനും മാതാവും ഹല്ലേലൂയ സ്തോത്രം അലഞ്ഞു തിരിഞ്ഞ ചങ്ങനാശ്ശേരി എൻ്റെ പേരിന്റെ അറ്റത്ത് വരുവാനിടയായി. അതിൻ്റെ അർത്ഥം, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ മാനിക്കപ്പെടും. ഇന്ന് രാവിലെ സമയം എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന വാത്സല്യ ദൈവദാസിദാസന്മാരെ, നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ, അത് കൂടാരത്തിലാകട്ടെ, അത് ചർച്ചിലാകട്ടെ, അത് ദേശത്താകട്ടെ, അത് ജോലി മേഖലയിലാകട്ടെ, എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ആലോചന പറയുകയാ. ആ ചങ്ങനാശ്ശേരിക്കകത്ത് ഒരല്പമാഹാരത്തിന് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ആ മാതാവിന്റെ ഹല്ലേലൂയ ആ ദേശത്ത് തന്നെ ദൈവം എന്നെ മാനിക്കുവാനിടയായി. ദൈവത്തിന്റെ ജനമേ, ഇന്ന് സന്തോഷ് ചങ്ങനാശ്ശേരി എന്നറിയപ്പെടത്തക്ക രീതിയിൽ കർത്താവിന്റെ പ്രസംഗകനാക്കി ദൈവം എന്നെ ദേശാന്തരം വഹിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം അവസരമൊരുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വായിച്ച വാക്യം എന്താണ്? ഇതാണ് വായിച്ച വാക്യം, 113 സങ്കീർത്തനം 7-ഉം 8-ഉം വാക്യം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാ. ഇന്ന് രാവിലെ ആമേൻ അഭിഷക്ത ദാസന്മാരുടെ ഘനം, ആമേൻ കർത്താവിന്റെ ദാസി സന്ധ്യ സിസ്റ്റർ, ഇതിനകത്ത് കൂടുന്ന ദൈവദാസി ദാസന്മാര് നിങ്ങളോട് ചേർന്ന് ഈ വേദി പങ്കിടത്തക്ക രീതിയിൽ ദൈവം എന്നെ പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തത്തക്ക രീതിയിൽ ദൈവം എന്നെ ആമേൻ മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ തെരുവിനകത്തു നിന്ന് വലിച്ചെടുത്ത് കൃപ പ്രഭാഷകനാക്കി ഈ രാവിലെ സമയം നിങ്ങളുടെ മുൻപിൽ നിർത്തുമ്പോൾ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും, പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവത്തിന്റെ ആ കരത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ജനിപ്പിച്ച പിതാവുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ദേശാന്തരം ഉയർത്തുവാൻ ദൈവം അടിയനെ ബലപ്പെടുത്തുന്നു. യുവജനമേ, ഞാൻ പറഞ്ഞു, എന്റെ മകൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ബികോം വിത്ത് ഏവിയേഷൻ പഠിച്ചോ ബാംഗ്ലൂർ ഗംബകവട എയർപോർട്ടിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. കുഞ്ഞോ അവിടേക്ക് ഒരു 5 മാസം ജോലിക്ക് കയറുവാനിടയായി. രണ്ടാമത്തെ മകൻ ഹോട്ടൽ മാനേജർ 1 ഇയർ കോഴ്സ് കഴിഞ്ഞു, ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കയറുവാൻ വേണ്ടി ഇരിക്കുന്നു. ഇളയ മകള് +1 +2 പഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ ഹല്ലേലൂയ തെരുവിനകത്തുന്ന ആമേൻ എല്ലാറ്റിന്റെ ആരംഭം എന്നെ ദൈവം മാനിച്ചെങ്കിൽ, എൻ്റെ തലമുറകളെ ദൈവം മാനിച്ചെങ്കിൽ, രാവിലെ സമയം നിങ്ങളോട് എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ ദൈവം അവസരം തന്നെങ്കിൽ, ഞാൻ ഈ രാവിലെ സമയം ദൂത് കൈമാറട്ടെ. എന്നെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളുടെ തലമുറകളെ മാനിക്കുവാൻ, ദൂര രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, തലമുറകളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ രാവിലെ സമയം ദൂത് കൈമാറുന്നു. തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ച ദൈവമുണ്ട്. ഹൂരിന്റെ കൊച്ചുമകനായ ബെസലേലിനെ ആമേ മോശയുടെ കരമൊന്ന് താങ്ങാൻ അല്പസമയം പർവ്വതത്തിന് മുകളിൽ സമയമെടുത്ത ബെസലേലിനെ, ആമേ ഹൂരിന്റെ കൊച്ചുമകനായ ബെസലേലിനെ സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യുവാൻ ദൈവം ദിവ്യാത്മാവിനെ നിറച്ച ബെസലേലിനെ ദൈവം പേർ ചൊല്ലി, ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകൻ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നു.
യേശുവിന്റെ ക്രൂശ് ചുമന്ന ശിമോന്റെ കുഞ്ഞുങ്ങൾ ദൈവം മാനിച്ചു. ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂഫോസും അലക്സാണ്ടറിനെ കുറിച്ച് പൗലോസ് എഴുതുന്നു. അവരുടെ അമ്മയായ അമ്മയ്ക്ക് പൗലോസ് റോമാലേഖനത്തിൽ വന്ദനം ചെയ്യാൻ കാരണം ശിമോൻ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിതനായതുകൊണ്ടാ. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു. ഇന്ന് രാവിലെ സമയം ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്നെ മാനിച്ച ദൈവം, എന്നെ കൃപയ്ക്കകത്ത് കൊണ്ടുവന്ന ദൈവം, എൻ്റെ പേരിനെ മാറ്റിയ ദൈവം, ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റിയ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. ഈ രാവിലെ സമയം ആ ദൈവത്തിന്റെ കരത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് വയ്ക്കുന്നിടങ്ങളിലെല്ലാം യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ ദൈവം ഒരുക്കുന്ന ഭാഗ്യം ഒരു പദവിയായി കണക്കാക്കിക്കൊണ്ട് കർത്താവിന്റെ അഭിഷിക്തദാസി സന്ധ്യാസത്തിലൂടെ ഈ പ്രോഗ്രാമത്തിനകത്ത് എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ, എൻ്റെ ടെസ്റ്റുമണി പറയുവാൻ ദൈവം ഒരിക്കൽ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ജനമേ, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്ന ദൈവം. ആ ദൈവം നിങ്ങളെയും ആദരിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണമേ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ സ്തോത്രന്റെ ടെസ്റ്റിമണിക്ക് ഇവിടെ ആശീർവാദം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ രക്തം ജയം. ആമേൻ. താങ്ക് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഓക്കെ, പ്രാർത്ഥിക്കാം. ഞാനാണോ? അതെ 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 അതെ. ഓക്കെ. കാരുണ്യവാനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, വാത്സല്യ കർത്താവിന്റെ ദാസൻ നേതൃത്വം കൊടുത്തു എന്റെ ദാസി കോർഡിനേറ്റായി നിന്ന് അനേക അഭിഷിക്തന്മാർ, ദൈവദാസിദാസന്മാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നും കൊണ്ട് ദൈവമേ ഈ കൂടുന്ന ദൈവമേ ഈ പ്രത്യേകമാകുന്ന സൂം പ്ലാറ്റ്ഫോമിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം വിവിധ ടൈം സോണുകളിലായി ഇരുന്നു കൊണ്ട് കർത്താവേ, ദൈവമേ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, വിശേഷാൽ ദൈവം നടത്തിയ വഴികളെ കേൾക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. ലീഡ് ചെയ്യുന്ന എന്റെ ദാസിയെ ദൈവകരത്തിലേക്ക് കേൾപ്പിക്കും. ദൈവം എന്റെ മകളെ മാനിക്കണം കർത്താവേ. ദൈവമേ പ്രാർത്ഥിച്ച ദാസനായി പ്രാർത്ഥിക്കും. ഇതിന്റെ ദൈവമേ മുൻപിൽ നിൽക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ദൈവമേ ദൂരവേ ആയിരിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ, ദൈവമേ നാട്ടിലായിരിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ, അവരെ എല്ലാം ഈ രാവിലെ സമയം ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ സമയം നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കണമേ. ദൈവമേ അവരുടെ ഉള്ളിലേക്ക് ദൈവമേ ഈ ടെസ്റ്റ് മണി എന്നിറങ്ങിച്ചെന്ന ആമേ എന്നെ വിടിവിച്ച യേശുവിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങളെ തൊടുമാറാകണം. ദൈവമേ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ തലമുറകളെ മാനിക്കണം, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ ടീമിനെ ദൈവം അനുഗ്രഹിച്ച് ദൈവമേ അവിടുത്തെ കരത്തിലേക്ക് കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട എല്ലാവരെയും, ഈ ടീമിലുള്ള എല്ലാത്തിന്റെ കുഞ്ഞുങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.